ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ കാമ്യക വനത്തിൽ കഴിയുന്ന പാണ്ഡവന്മാരെ ജയദ്രഥനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ രാജാക്കന്മാരും വലിയ ഒരു ആ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. അവിടെ വന്ന് പാണ്ഡവന്മാരുടെ അഭാവത്തിൽ പാഞ്ചാലി ദേവിയെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. വിവരമറിഞ്ഞ പാണ്ഡവന്മാർ ഈ ജയദ്രഥനെ പിന്തുടർന്നു പോവുകയും അവര് വളരെ ധീരമായ യുദ്ധം ചെയ്ത് ജരാസന്ധന്റെ സൈന്യത്തെ നല്ല രീതിയിൽ തോൽപ്പിക്കുകയും കൂടെയുള്ള രാജാക്കന്മാരെ പലരെയും വധിക്കുകയും ഒക്കെ ചെയ്തു. ജയദ്രഥൻ പാഞ്ചാലിയെ വിട്ടെറിഞ്ഞ് ഓടിപ്പോയി പാഞ്ചാലിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് തങ്ങളുടെ ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ച ശേഷം ഭീമനും അർജുനനും ജയദ്രഥനെ പിന്തുടർന്നു പോയി യുദ്ധം ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. ആ ജയദ്രഥനെ പിടിക്കാൻ വേണ്ടി ചെന്ന് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് അമ്പെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുതിരകളെ വസിച്ച് തേരിലുള്ള അദ്ദേഹത്തിൻ്റെ പലായനം തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ ഭീമാർജുനന്മാർ ജയദ്രഥനെ പിടികൂടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തിയത്. അങ്ങനെ കുതിരകൾ ചത്തു വീണ സമയത്ത് ജയദ്രഥൻ യുദ്ധം ചെയ്യാതെ നിർവാഹമില്ല എന്ന് വന്നു. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ കൂട്ടാക്കിയില്ല. അർജുനനോടും ഭീമനോടും യുദ്ധം ചെയ്താൽ തൻ്റെ ജീവൻ പോകുമെന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി ജീവനും കൊണ്ട് തൻ്റെ സ്വന്തം കാലിൽ തന്നെ ഓടുകയാണ്. അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ഭീമനും അർജുനനും ചെല്ലുന്നു. ഭീമൻ മുന്നിൽ ഓടുകയാണ്. അർജുനൻ ഭീമനോട് വിളിച്ചു പറയുന്നു, ജ്യേഷ്ഠ അവനെ കൊല്ലരുത്, ധർമ്മരാജാവിന് നിർദ്ദേശമുണ്ട് അവനെ കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഭീമൻ ചെന്ന് ഈ അദ്ദേഹത്തിനെ മുടിയിൽ പിടിച്ചു. പുറകിലോട് ഓടിച്ചെന്ന് മുടിയിൽ പിടിച്ചവരെ നിർത്തി. അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവന്റെ മുഖത്തും ശരീരത്തിലൊക്കെ അതിഘോരമായ മുഷ്ടിപ്രഹാരമേൽപ്പിച്ചു. കരണക്കുറ്റിക്ക് നോക്കി അടി കുറെ കൊടുത്തു. അവൻ അവശനായി താഴെ വീണു. അതുപോലെ ഈ ജയദ്രഥനെ ഭീമസേനെ പൊക്കിയെടുത്ത് താഴെ എറിഞ്ഞു. അതോടുകൂടി അവൻ അവശനായി തീർന്നു. താഴെ വീണ് കിടക്കുന്ന അവന്റെ തലയിൽ ഭീമൻ ചവിട്ടി, കാലുകൊണ്ട് ചവിട്ടി ഞെരിക്കാൻ തുടങ്ങി. അവൻ അതിഘോരമായിട്ട് അലറിക്കരഞ്ഞു. വേദന കൊണ്ട് പൊളഞ്ഞ് കരഞ്ഞപ്പോഴും ഭീമൻ അവനെ വെറുതെ വിട്ടില്ല. ഒരു കാലുകൊണ്ട് അവന്റെ തല ചവിട്ടി ഞെരിക്കുകയും തൻ്റെ മറ്റേ കാലിന്റെ മുട്ടുകൊണ്ട് അവന്റെ ശരീരത്തിൽ ഇടിച്ച് അവന്റെ ശരീരം നുറുക്കുകയും ചെയ്തു. കുറച്ചുകൂടി കഴിഞ്ഞാൽ ജയദ്രഥൻ പ്രാണൻ വെടിയും എന്ന് തോന്നിയ അർജുനൻ അദ്ദേഹത്തോട് വിളിച്ചു പറയുകയാണ്, അദ്ദേഹത്തെ കൊല്ലരുത്, അങ്ങ് ദുശ്ശളയെ ഓർക്കുക, നമ്മുടെ സഹോദരിയായ ദുശ്ശളയെ ഓർത്ത് അയാളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമന് ക്രോധം, ജയദ്രഥനോടുള്ള ക്രോധം അർജുനനോടും ധർമ്മപുത്രരോടും ക്രോധം തോന്നി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. കൃഷ്ണയെ ക്ലേശിപ്പിച്ച ഇവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല, എന്നിട്ടും അവനെ കൊല്ലരുത് എന്ന് നീ പറയുന്നു. കിന്നു ശക്യം മയാ കർത്തും യത് രാജാ സതതം ഘൃണി തും ബാലിശയാ ബുദ്ധ്യ സദൈവാസ്മൻ പ്രബാധസേ. കിന്നു ശക്യം മയാ കർത്തും, ഞാനിവിടെ എന്ത് ചെയ്യാനാണ്, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാജാവ് ധർമ്മരാജാവ് സതതം ഘൃണി, എന്നും എല്ലാവരോടും ദയ കാണിക്കുന്നവനായിരിക്കുന്നു. നീയാണെങ്കിൽ ബാലിശ ബുദ്ധിയുള്ളവനാണ്, കുട്ടികളെ പോലെ ബാലിശ ബുദ്ധി കാണിക്കുന്നവനായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്കുകളെ കൊണ്ട് ഇവരൊക്കെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ജയദ്രഥനെ കുറെ അടിയും ഇടിയും കൊടുത്ത ശേഷം എങ്ങനെയെങ്കിലും ഇവനെ ഏതെങ്കിലും രീതിയിൽ അവനെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ വധിച്ചതിന് തുല്യമായിട്ടെങ്കിലും ഇവനോട് പെരുമാറണമെന്ന് കരുതിയിട്ട് തൻ്റെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ശരം കൊണ്ട് ജയദ്രഥന്റെ മുടി മുറിക്കാൻ തുടങ്ങി. മുടി മുറിച്ചിട്ട് 5 കുടുമകൾ അവിടെ ബാക്കി നിർത്തി. പഞ്ചസാട്ടൻ ആക്കി മാറ്റി. സട എന്ന് വെച്ചാൽ ഈ മുടി തന്നെയാണ്, മുടി രോമം. 5 രോമങ്ങൾ അല്ലെ 5 കുടുമകൾ അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ തന്നെ അദ്ദേഹം ശരം കൊണ്ട് അദ്ദേഹത്തിന്റെ മുടി വടിച്ച് വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് അവനെ വലച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, മൂഢ, ഞാൻ പറയുന്നത് പോലെ നീ പറഞ്ഞുകൊള്ളണം. ദാസോസ്മീതി തഥാ വാച്യം സംസത്സുച സഭാസുച ഏവം തേ ജീവിതം ദദ്യം യേഷ യുദ്ധയിതോ വിധി. യുദ്ധത്തിൽ ജയിച്ചവർ കാണിക്കുന്ന ഒരു നിയമമുണ്ട്. എന്താണ്? തോറ്റ ആളിനെ, പരാജയപ്പെട്ട ആളിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം. എന്താണ്? ദാസോസ്മീതി സംസത്സു സഭാസുച ദാസോസ്മി. സദസ്സിലും സംസദിലും ഒക്കെ തന്നെ, പരിഷത്തിലൊക്കെ തന്നെ ഞാൻ നിങ്ങളുടെ ദാസനാണ് എന്ന് നീ ആവർത്തിച്ച് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം തിരിച്ചു തരാമെന്ന് പറയുകയാണ്. ഭയന്ന് വിറച്ച ജയദ്രഥൻ പലതവണ പറഞ്ഞു, ദാസോസ്മി 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 എന്ന് പറഞ്ഞു. ഞാൻ ദാസനാണ് ദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
ഭീമൻ അവനെ പിടിച്ച് വലിച്ച് തേരിൽ കയറ്റി ഒരു മൃതപ്രായനായിട്ട് ഒരു ജീവച്ഛവം പോലെ അവൻ തേര് അവിടെ കിടന്നു. അർജുനനും ഭീമനും രണ്ടുപേരും ചേർന്ന് തിരിച്ച് അദ്ദേഹത്തെ ബന്ധനസ്ഥനായ ആ ജയദ്രഥനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മുന്നിലാണ് കൊണ്ടുപോയി കാഴ്ചവെക്കുന്നത്. അതുകണ്ട് യുധിഷ്ഠിര മഹാരാജാവ് പ്രഹസൻ എന്നാണ്, അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ഈ ജയദ്രഥനെ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മുച്യതാം, ഇവനെ അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. ഭീമൻ അഴിച്ചുവിടാൻ തയ്യാറായില്ല. ഭീമൻ പറഞ്ഞു, പാഞ്ചാലിയോട് ഞാൻ പാണ്ഡവന്മാർക്ക് ദാസന്മാരായി എന്ന് നീ ചെന്ന് പറയൂ എന്ന് ഭീമൻ വീണ്ടും ജയദ്രഥനോട് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇനി അവനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല. നീ എന്നെ അനുസരിക്കുമെങ്കിൽ അവൻ്റെ കെട്ടഴിച്ചു വിടും, ഈ പാപിയെ നീ കെട്ടഴിച്ചു വിടൂ എന്ന് പറഞ്ഞു. പാഞ്ചാലിയും പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭീമ, അങ്ങ് അവനെ പഞ്ചസടൻ ആക്കിയല്ലോ, 5 കുടുംബമാക്കി വെച്ച് ബാക്കിയൊക്കെ മുട്ടയടിച്ചു വിട്ടു, അത് വധിച്ചതിന് തുല്യമാണ്, അവൻ ദാസനാണെന്ന് പറയുകയും ചെയ്തു. ഇത്രയും മാത്രമേ ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരു യോദ്ധാവിനെ ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വധം എന്ന് പറയുന്നത്. മുടി മുറിക്കുക എന്ന് വെച്ചാൽ കഴുത്ത് വെട്ടുക എന്നാണ് അർത്ഥം രാജാക്കന്മാർക്ക്. അതുകൊണ്ട് ഇനി അവനെ വിട്ടോളൂ എന്ന് പാഞ്ചാലിയും പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കെട്ടഴിച്ചു വിട്ടു. ജയദ്രഥൻ പാണ്ഡവന്മാരെ 5 പേരെയും വണങ്ങി അവിടെ ഇരിക്കുന്ന മഹാന്മാരായിട്ടുള്ള മഹർഷി മാർക്കണ്ഡേയാദി മഹർഷിമാരെയും കണ്ടു. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ യുധിഷ്ഠിരൻ വിളിച്ചിട്ട് പറഞ്ഞു, നീതാ അദാസനായിരിക്കുന്നു, നിന്റെ ദാസ്യം ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, പക്ഷെ നീ ഇനി ഈ കുറ്റം ആവർത്തിക്കരുത്. സ്ത്രീകാമനായിട്ട് സ്ത്രീകളോടുള്ള കാമന കൊണ്ട് സാഹസം ചെയ്തിട്ട് അപകടത്തിൽപ്പെടാൻ പാടില്ല. എനിക്ക് ചേർന്നതല്ല, രാജാവിന് ചേർന്നതല്ല, ഇത് അധർമ്മമാണ്. ഏതായാലും നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടിരിക്കുന്നു, നീ ഇനിയെങ്കിലും പോയി നന്നായി ജീവിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. ജയദ്രഥൻ അവിടെ നിന്ന് നാണം കെട്ട് തലകുനിച്ച് അവിടെ നിന്ന് നേരെ ചെന്നത് ഗംഗാദ്വാരത്തിലേക്കായിരുന്നു. ഹരിദ്വാരം എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹം തപസ് ചെയ്തു. ശിവനെ തപസ് ചെയ്ത് വലിയ വലിയ ബലിയൊക്കെ നൽകി. ശിവൻ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി ശിവന്റെ മുന്നിൽ ജയദ്രഥൻ പറയുകയാണ്, സമസ്താൻ സരഥാൻ പഞ്ചജയേയം യുധി പാണ്ഡവാൻ, എനിക്ക് പഞ്ചപാണ്ഡവന്മാരെ യുദ്ധത്തിൽ രഥത്തോടു കൂടിയിട്ടുള്ള പാണ്ഡവന്മാരെ എനിക്ക് യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കാൻ വരം തരണമെന്ന് പറഞ്ഞു. അത് കേട്ട് മഹാദേവനായ ശിവൻ, ക്ഷിപ്രപ്രസാദിയായ ശിവൻ, ഏത് വരവും കൊടുക്കുന്ന ശിവൻ പറഞ്ഞു, നേതി ദേവസ്തമപുരുവൻ, അത് സാധിക്കില്ല ജയദ്രഥ എന്ന് പറഞ്ഞു. നീ പറഞ്ഞ വരം അതുപോലെ തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നീ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാണ്ഡവന്മാരിൽ പ്രമുഖനായിട്ടുള്ള ഒരാൾ അർജുനൻ. അദ്ദേഹം ആരാണ്? അദ്ദേഹം സുരേഷ് ദേവന്മാരുടെ ഈശ്വരനാണ്. ഹൃദയർജുനം മഹാബാഹും നരം നാമ സുരേശ്വരം. ദേവന്മാരുടെ ഈശ്വരനായിട്ടുള്ള നരൻ, നാരായണൻ, ഈ 2 പേരും നരനാണ് അർജുനൻ. ബദർജം തപ്ത തപസം, നാരായണ സഹായകം, നാരായണ മഹർഷിയുടെ സഹായിയായിട്ടുള്ള നരൻ ദേവൻ തന്നെയാണ്, ദേവചൈതന്യമാണ്. ബദ്രികാശ്രമത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തിട്ടുള്ള പ്രഭാവമുള്ളവനാണ്. അജിതം സർവലോകാനം, ഒരു ലോകത്തിനും ലോകത്തിലുള്ള ഏതൊരു ജീവിക്കും, ഏതൊരു ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, രക്ഷസുകൾ, വിദ്യാധരന്മാർ, കിന്നരന്മാർ, സിദ്ധന്മാർ, സാധ്യന്മാർ, ഇവരൊക്കെ തന്നെ പല ലോകങ്ങളിലുമുള്ള വീരപുരുഷന്മാരാണ്. അവർക്ക് പോലും അർജുനനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ദേവൈരപി ദുരാസദം, ദേവന്മാർക്ക് പോലും പിടിക്കാൻ സാധിക്കാത്തവനായ അർജുനനെ. പിന്നെയോ വേറൊരു പ്രത്യേകതയുണ്ട്, മയാ ദത്തം പാശുപതം ദിവ്യം അപ്രതിമം ശരം, ഞാൻ അദ്ദേഹത്തിന് അതുല്യമായ ഒരു ശരം ഞാൻ കൊടുത്തിട്ടുണ്ട്, പാശുപതം എന്ന അസ്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി അവന് എന്ത് കിട്ടി? അവാപ ലോകപാലേഭ്യോ ഭദ്രാദീൻ സമഹാശരാൻ, ഇന്ദ്രന്റെ ഭദ്രായുധവും അതുപോലെ മറ്റ് ഓരോ ദേവന്മാരുടെയും കയ്യിലുള്ള അവരവരുടേതായ അസ്ത്രങ്ങളും നേടിയ അർജുനനെ 14 ലോകത്തിലും ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. തുടർന്ന് ഭഗവാൻ മഹാദേവൻ നാരായണ മഹർഷിയുടെ മഹാത്മ്യം, നാരായണനായിട്ട് അവതരിച്ച സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മഹിമയെ വാഴ്ത്തി 10 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസതാം നിഗ്രഹാർത്ഥായ ധർമ്മ സംരക്ഷണായ ച അവതീർണോ മനുഷ്യാണം അജായത യദുക്ഷയെ, അങ്ങനെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ആ മഹാവിഷ്ണുദേവൻ മനുഷ്യന്മാർക്കിടയിൽ യദുകുലത്തിൽ ജനിച്ചിട്ടുണ്ട്. ആ യദുകുലത്തിൽ ജനിച്ച കൃഷ്ണൻ എന്ന് പേര് കേട്ടതായ അനാദ്യന്തമജം ദേവം പ്രഭും ലോക നമസ്കൃതം, ലോകം മുഴുവൻ നമസ്കരിക്കുന്നതായ അനാദ്യന്തനായിരിക്കുന്ന ആ മഹാദേവനെ, മഹാവിഷ്ണു അർജുനന്റെ കൂടെ എന്നും രഥത്തിലുണ്ടാകും. അങ്ങനെ അവർ 2 പേരും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ട്. അർജുനൻ തന്നെ 14 ലോകത്തിനും ജയിക്കാൻ പറ്റാത്തവനാണെങ്കിൽ ആ അർജുനന് സഹായിയായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ലോകനമസ്കൃതനായിരിക്കുന്ന പൗരുഷശാലിയായിട്ടിരിക്കുന്ന ലോകരക്ഷകനായിരിക്കുന്ന വിഷ്ണു ഉണ്ടെങ്കിൽ
പിന്നെ ആർക്കാണ് അർജുനൻ തോൽപ്പിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സാധിക്കുകയില്ല. ന ശക്യതേ തേന ജേതും തദ്ദശൈരവി ദുസ്സഹ കൗനർ മാനുഷോഭാവോരണേ പാർത്ഥം വിജേഷ്യതി. ദേവന്മാർക്ക് പോലും അർജുനനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ലേ, പിന്നെ മനുഷ്യന്മാർക്ക് സാധിക്കുമോ എന്ന് മഹാദേവൻ ശിവൻ ചോദിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ തപസ്സിന്റെ ഫലമായിട്ട് ഞാൻ വരം തരാം. ഒരു ദിവസം, ഒറ്റ ദിവസം ഒരേ യുദ്ധത്തിൽ 4 പേരെ, പാണ്ഡവന്മാർ 4 പേരെ നിനക്ക് തോൽപ്പിക്കാൻ സാധിക്കും, ഒരു തവണ തോൽപ്പിക്കാൻ സാധിക്കും എന്ന് വരം കൊടുത്തു. അങ്ങനെയാണ് അഭിമന്യുവിനെ കൊല്ലുന്ന സന്ദർഭത്തിൽ ആ ചക്രവ്യൂഹത്തിനകത്തേക്ക് 4 പേർക്കും കടക്കാൻ പറ്റാത്ത വിധം, അർജുനന്റെ അസാന്നിധ്യത്തിൽ കടക്കാൻ പറ്റാത്ത വിധം യുധിഷ്ഠിരനെയും ഭീമനെയും നകുലനെയും സഹദേവനെയും ഒരു തവണ തോൽപ്പിക്കാൻ ജയദ്രഥന് സാധിച്ചത് എന്നാണ് ഇവിടെ കുരുക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന ഒരു കഥയുടെ ഒരു ആമുഖമായിട്ട് ഇവിടെ അത് പറഞ്ഞു. അവിടെ സാക്ഷാൽ മഹാദേവൻ പറഞ്ഞിരിക്കുന്നത് ഈ അർജുനൻ എന്ന് പറയുന്ന മഹാശയന്റെ പൗരുഷത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മ കഥയെക്കുറിച്ചും അദ്ദേഹം ദേവതാ ചൈതന്യം തന്നെയാണെന്നും എല്ലാ ലോകങ്ങളിലും അർജുനനെ തോൽപ്പിക്കുന്ന ആരുമില്ല എന്നാണ്. കർണൻ അല്ലെങ്കിൽ ദുര്യോധനൻ അവരൊന്നും അർജുനന്റെ 16-ൽ ഒരു അംശം പോലും വരില്ല എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. അതുകൊണ്ട് അർജുനന്റെ ശൗര്യത്തെ മഹാഭാരതത്തിൽ നമുക്ക് എവിടെയും നമുക്ക് കുറഞ്ഞു കാണാൻ സാധിക്കുകയില്ല. അർജുനനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു പൗരുഷശാലിയും പരാക്രമിയും ഇല്ല എന്ന് തന്നെയാണ് മഹാദേവൻ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില ആളുകൾക്ക്, മഹാഭാരതം പഠിക്കാത്ത ചില ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. കർണന്റെ കവചകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അർജുനൻ തോൽക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ശരിയല്ല എന്ന് മഹാദേവൻ ഇവിടെ സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നു.